ജാസ്മിന്റെ നാക്കെടുത്ത് വല്ല മ്യൂസിയത്തിലും എടുത്തുകൊണ്ട് വെക്കണം കേട്ടോ. കൂതറ വർത്താനം പറയാനും തിന്നാനും വെള്ളം കുടിക്കാനും കള്ളം പറയാനും മാത്രം അനക്കുന്ന ഒരു നാക്കാണത്. സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ജിൻഡോയോട് ഇപ്പൊ പറയാണ് ഉത്തരം മുട്ടുമ്പോ നിങ്ങൾ കൊഞ്ഞനം കുത്തി കാണിച്ചു എന്നൊക്കെ. ഉടനെ ജിൻഡോ പറയുന്നു നീ ജയിലിൽ വെച്ച് കാണിച്ചത് പിന്നെ കൊഞ്ഞനൊന്നും അല്ലല്ലോ എന്ന്. ഉരുളക്കുപ്പേരിയാണ് കേട്ടോ ജിൻഡപ്പൻ. ജാസ്മിന്റെ വായിലിരിക്കുന്നത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു ജിൻഡോ ഒക്കെ പണ്ട്. ഇത് എക്സ്ട്രാ വിറ്റമിൻ അടക്കിയ കിടിലൻ ജിൻഡോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 1-ന് 10 തിരിച്ചു കൊടുത്തോണ്ടിരുന്നത്. അതിൽ തന്നെ ജാഫർക്കയെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് സത്യമായിട്ടും ചിരി വന്നു കേട്ടോ. അങ്ങേരുടെ വാക്കിന് വില കൊടുക്കുന്ന ഒരു പുത്രിയൊന്നും അല്ല അങ്ങേർക്ക് കിട്ടിയത് എന്നുള്ളത് ഈ ലോകം മൊത്തമുള്ള എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. അത് നമ്മളായിട്ട് പറയുന്നതൊന്നുമല്ല, ജാസ്മിനായിട്ട് പറയിപ്പിച്ചതാണ്. പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ കളി എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം ഇത്ര ഓപ്പൺ ആയിട്ട് പറയാൻ പലർക്കും മടിയുണ്ടാകും. കാരണം പുള്ളി കേസൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. നമ്മുടെ ജാഫർക്കെ കേസ് കൊടുത്തോ, ആർക്കെതിരെ വേണേലും കൊടുത്തോ, എനിക്കെതിരെ വേണേലും കൊടുത്തോ, എനിക്ക് ഒരു മടിയില്ല, ആരെയും പേടിയില്ല. ഞാൻ എനിക്ക് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. ജാസ്മിൻ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒക്കെ വില കൊടുക്കുന്ന അവരെ അനുസരണയുള്ള ഒരാളായിരുന്നുവെങ്കിൽ ഗബ്രിയുടെ പേര് ഇപ്പൊ അവിടെ ഇരുന്ന് ഉച്ചരിക്കില്ലായിരുന്നു. അതവിടെ പറയേണ്ട ഒരു കാര്യമില്ല. എന്തിനാണ് അവിടെ ഇരുന്ന് പറയുന്നത്? അല്ല, അത് അവിടെ ഇരുന്ന് ഉച്ചരിച്ച് വാക്ക് തെറ്റിച്ചതും പോരാ, ജിൻഡോയെ പിടിച്ച് മറ്റേ കൊള്ളരുതാത്തനാക്കാൻ നോക്കുന്നു, ശപിക്കുന്നു. വാഴത്തില്ല, നന്നായി വാഴത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ജാസ്മിനോളം പ്രേക്ഷകരെ പറ്റിച്ച, സ്വന്തം കുടുംബത്തെ പോലും വഞ്ചിച്ച, സ്നേഹിച്ചവരെ വഞ്ചിച്ച മറ്റൊരു കണ്ടസ്റ്റന്റ് ഒരു സീസണിലും വന്നിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ലൈവിൽ ഇരുന്നിട്ട് സിബിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. പുറത്തിറങ്ങിയാലും സിബിനോടുള്ള ഗ്രഡ്ജ് പോയില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അവനോട് ഞാൻ മിണ്ടിയിട്ടില്ല, ഇനി മിണ്ടുകയില്ല, മനുഷ്യത്വം അത് സിബിൻ തൊട്ട് തീണ്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, അയാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ജാസ്മിൻ അവിടെ ഇരിക്കത്തില്ലായിരുന്നു. സിബിനെ പേടിച്ച പോലെ ജാസ്മിൻ ആരെയും പേടിച്ചിട്ടില്ല. ആ പേടി ഇപ്പോഴും ഉണ്ട് എന്നാണ് അവര് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗെയിമിനെ ഗെയിമായിട്ട് കാണാതെ വ്യക്തി വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഇവരെന്ന് പറയാനായിട്ട് ഇതിലും വലിയ തെളിവൊന്നും വേണ്ട. ഉള്ളിൽ വിഷമാണ്, വിഷം. ഓക്കെ, വേറൊരാൾ പുറത്തിറങ്ങിയാലും വേറൊരാൾ പുറത്തിറങ്ങിയിട്ട് വേറൊരാളാണ്. വൺസ് ചട്ടമ്പി ഓൾവേസ് ചട്ടമ്പി എന്ന് പറയുന്ന പോലെയാണ്. ചട്ടമ്പിക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ല. ജാസ്മിൻ പുറത്തിറങ്ങിയാലും ജാസ്മിന് നേരെ ഒന്നും വെളുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഉള്ളിൽ അത്രമാത്രം വിഷമാണ് ഉള്ളത്. എന്ത് വിഷമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആ വിഷമാണ് ഉള്ളത്. ഇതിനോടകം തന്നെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് ടൈപ്പ് ഓഫ് വിഷമാണെന്നുള്ളത്. സിബിനെ പറ്റി പറയേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല. സിബിനെ പറ്റി പറയുകയാണ്, പുറത്തായ ഒരാളെ കുറിച്ച് പറയുകയാണ്. പുറത്തെ കാര്യം പറയരുതെന്ന് വെല്ലിയണ്ണനാണ് പറയുന്നുമില്ല.